നമസ്കാരം മക്കളെ. അപ്പോൾ നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മാത്സ് ആണ് എടുക്കുന്നത്, ഞാൻ അരുൺ. അപ്പം എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, വേഗത, ദൂരം, സമയം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് പുതുതായിട്ട് കുറെ ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒന്നും നമ്മൾ പറയണില്ല. ഓരോ ചോദ്യത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൺവേർഷനെ പറ്റിയിട്ടായിരിക്കും. ഒന്നിനെ ഒന്നിലേക്ക് മാറ്റുക, കിലോമീറ്ററിനെ മീറ്റർ ആക്കുക, സമയം, ടൈം അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് മിനിറ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, മണിക്കൂറുണ്ട്, അവർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിലോട്ടുള്ള കൺവേർഷൻ ഇതെല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. മോറോവർ നമ്മൾ പുതിയൊരു കാര്യം വേഗതയെ കൺവേർട്ട് ചെയ്യാൻ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു ഇൻട്രൊഡക്ഷൻ ഇല്ല, നമുക്ക് അടുത്ത കണക്കുകളിലിട്ടും വേറിട്ട് നിൽക്കുന്ന കണക്കുകളിലിട്ടും നമുക്ക് നീങ്ങാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പൊ ഇത് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യേണ്ടത് നമുക്ക് വേണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യുന്നു. മറ്റൊന്നുമില്ല, ഒരൊറ്റ ഇക്വേഷൻ സൂത്രവാക്യത്തിലായിരുന്നു പറഞ്ഞത്. എങ്ങനെയാണ്? D/ST. ഇത് മറന്നിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസവും. എങ്ങനെയായിരുന്നു? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം അല്ലേ? ദൂരം, വേഗത, സമയം. ഇതെങ്ങനെയായിരുന്നു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തത്? ജസ്റ്റ് അത് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാണ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണോ വേണ്ടത് അതിനെ പൊത്തിപ്പിടിക്കുക. ഡിസ്റ്റൻസ് വേണമെങ്കിൽ D പൊത്തിപ്പിടിക്കുക. അപ്പൊ എന്ത് കിട്ടും? S×T. S എന്തുവാ? സ്പീഡ്. T എന്തുവാ? ടൈം അല്ലേ? സ്പീഡാണ് വേണ്ടതെങ്കിലോ സ്പീഡിനെ വെട്ടിക്കളയുക. അപ്പൊ എന്ത് കിട്ടും? D/T. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളിൽ പുതിയ ഇക്വേഷൻസ് ഒന്നുമില്ല, കൺവേർഷൻസ് ആണ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണ്ട, ഇതിനെ പറ്റിയാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ? നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ നീങ്ങി തുടങ്ങുന്നു. ഒന്നാമത്തെ ചോദ്യം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനൊപ്പം നമ്മൾ ഉത്തരം എഴുതി പോവുക. ഇന്നത്തെ നമ്മുടെ പാറ്റേണും അത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ആവശ്യകതയായി വരുന്നു, എന്തൊക്കെ ആവശ്യമില്ലാത്തതുണ്ട് എന്നതൊക്കെ നമുക്ക് ഈ പറയുന്നത് കൂടെ പറഞ്ഞു പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം മക്കളെ. എ ട്രെയിൻ ഹാവിംഗ് എ ലെങ്ത് ഓഫ് 500 മീറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി എന്ത്? ഒരു ട്രെയിനിന്റെ നീളം തന്നാൽ വേറൊരു രീതിയാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ. ഒരു ട്രെയിനിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ആ ട്രെയിനിന്റെ നീളവും ഡിസ്റ്റൻസിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ട്രെയിനിന്റെ നീളം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 500 മീറ്റർ. മലയാളം മീഡിയംകാർക്ക് 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പം ട്രെയിൻ എത്രയാണ്? 500 മീറ്റർ. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞേക്കുന്ന കാര്യം പാസസ് ത്രൂ എ ടണൽ ഓഫ് 1000 മീറ്റർ. 1000 മീറ്റർ നീളമുള്ള, അപ്പം ടണൽ ഉണ്ട്, തുരങ്കമുണ്ട്. ടണലിന്റെ നീളം 1000 മീറ്റർ ആണ് അല്ലേ? ഇവിടെ നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായി 2 നീളങ്ങളുണ്ട്. എന്തൊക്കെയാ? ട്രെയിനിനും ഒരു നീളമുണ്ട്, ടണലിനും ഒരു നീളമുണ്ട്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ആ ക്വസ്റ്റ്യനിൽ ടണലിന്റെ നീളം, ട്രെയിനിന്റെ നീളം, പ്ലാറ്റ്ഫോമിന്റെ നീളം, അങ്ങനെ നീളമുള്ള ഏത് വസ്തുതകൾ തന്നാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടോട്ടൽ എടുക്കണം. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ ദൂരം, ഇതെന്ന് വിളിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ട്രെയിനിന് 500 മീറ്റർ നീളമുണ്ട് അല്ലേ? പ്ലസ് ടണലിന് 1000 മീറ്റർ നീളമുണ്ട്. അപ്പൊ ആകെ നീളം എന്ന് വിളിക്കുന്നത് 500ഉം 1000ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ മൊത്തം എത്ര കിട്ടി? 1500 മീറ്റർ. അപ്പൊ മക്കളെ, നമ്മുടെ ഇന്നത്തെ കണക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ക്വസ്റ്റ്യനിൽ 2 നീളങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ ആ നീളങ്ങളെ ഒന്നായി ടോട്ടലായി കൺസിഡർ ചെയ്യുക. ഇവിടെ എത്ര തന്നു? 1500 മീറ്റർ. എങ്ങനെയാ? 500 ട്രെയിനിനും 1000 ടണലിനും വന്നല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ഇനി ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് D ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നീളമേ തന്നിട്ടുള്ളൂ, സോ അതിനെ D ആയിട്ട് എടുത്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നമ്മൾ അങ്ങനെയല്ലേ എല്ലാം പഠിച്ചു പോയിരിക്കുന്നത്. ഒരു തുരങ്കം 1 മിനിറ്റിൽ മറികടക്കുന്നു. ഇൻ 1 മിനിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം മിനിറ്റ് എന്ന് വിളിക്കുന്നത് ആരുടെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റ് ആണ്. സോ 1 മിനിറ്റ്.
പിടികിട്ടിയല്ലോ, നമുക്ക് കിട്ടിയ കാര്യം എഴുതി അങ്ങ് വെച്ചു. അപ്പൊ നമുക്കറിയാം വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പെർ അവർ. ഒരു ട്രെയിനിന്റെ വേഗത കിലോമീറ്ററിൽ കണക്കാക്കുക. അതായത് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ അവർ ആണ്, കിലോമീറ്റർ പെർ അവർ. പക്ഷേ ചോദ്യത്തിൽ എന്താ, മീറ്റർ ഉണ്ട്, ഇവിടെ എന്തുവാ, മിനിറ്റ് ഉണ്ട് അല്ലെ. മിനിറ്റും മീറ്ററും ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം രണ്ടാണ്, കൺവേർഷൻ. എന്തിനെ എന്തിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ മീറ്ററിനെ എന്തിലേക്ക് മാറ്റുക, കിലോമീറ്ററിലേക്ക് മാറ്റുക ആണല്ലോ. ഇനി ടൈമിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവർ, മണിക്കൂറിലേക്ക് മാറ്റാം ആണല്ലോ. ഇത് രണ്ടിന്റെ കൺവേർഷൻ ആണ് നമ്മൾ ഇവിടുന്ന് ആദ്യമായി പറയാൻ പോകുന്നത്. അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗവും നമ്മൾ ഇന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നേരിട്ടുള്ള മാർഗങ്ങളിൽ തന്നെ തുടങ്ങാം. അതല്ലേ എന്റെ ഒരു മര്യാദ. നോക്കിക്കോളൂ, 1500 മീറ്റർ, 1500 മീറ്റർ. ആദ്യം തന്നെ പറയുന്ന കൺവേർഷൻ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് ആക്കണം. ഇത് ഒരു മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. ഇത് സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലേ. ദാ നോക്കിക്കേ, 1500 മീറ്ററിനെ നമുക്ക് ആദ്യം മാറ്റേണ്ടത് എന്തിലേക്കാ, കിലോമീറ്ററിലേക്ക്. 1500 മീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓർക്കുക, മീറ്ററിനെ കിലോമീറ്ററിലേക്കാക്കാൻ എന്ത് വേണം അല്ലേ. അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരം ഡിവൈഡഡ് ബൈ 1000. എന്താണ് ഡിവൈഡഡ് ബൈ 1000? അപ്പൊ ഞാൻ താണ്ട് ഇവിടെ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 1000. അപ്പം ഡിവൈഡ് ചെയ്യാനുള്ള പ്രോസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. എങ്ങനെയാ, 2 0 2 0 പോയില്ലേ. ഇനി ബാക്കി എന്തോ ഉണ്ട്, 1 0 താഴെയുണ്ട്. അപ്പൊ 1 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള മാർഗം സൂത്ര പരിപാടിയായിട്ട് ഓർത്ത് വെച്ചേക്ക. 1 0 ഉള്ളൂ എങ്കിൽ റൈറ്റിൽ നിന്നും ഒരു സ്ഥാനം മറ്റൊരു കുത്തം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഉത്തരം എങ്ങനെ കിട്ടും നോക്കിക്കേ, 1 5 ആണ് ഉത്തരം. ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോഴത്തേക്ക് 1.5. അപ്പൊ ഉത്തരം എന്തിലേക്ക് മാറി, കിലോമീറ്ററിലേക്ക് മാറി അല്ലേ. ഇനി അടുത്തത് ടൈമിന്റെ കൺവേർഷൻ ആണ് പറയുന്നത്. ടൈമിന്റെ കൺവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ആദ്യം ഈ ടൈം എന്ന് വിളിക്കുന്ന മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം, മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് അത് കൺവേർഷൻ എന്ന് പറയുന്നത്? ഈ മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ, ഈ വക കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 60 എന്ന് വിളിക്കുന്ന മാജിക് നമ്പർ 60 അല്ലേ. എങ്ങനെ മാറ്റണം, ദാ ഓർഡർ പഠിക്കുക. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ ഓർഡറിൽ ഓർത്ത് വെക്കുക. എന്തൊക്കെയാ മക്കളെ, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ. ഓക്കെ, ഇതിനിടയ്ക്ക് ഓരോന്നിനും ഇടയ്ക്കും വരുന്ന സമയം 60 ആണ്. മാജിക് നമ്പർ മറക്കരുത്, 60. ഇവിടെ മിനിറ്റ് ആണ് പറയുന്നത്. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ചാട്ടം ചാടിയാ പോരെ. അപ്പൊ 160. അപ്പൊ ചെയ്യേണ്ടത് 1/60. കണ്ടോ എങ്ങനെയാ മിനിറ്റിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്? 160 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി സെക്കൻഡിനെയാണ് അവർ ആക്കേണ്ടതെങ്കിലോ, അപ്പൊ ആലോചിക്കുക. അതാ സെക്കൻഡിൽ നിന്നും ഒരു ചാട്ടം മിനിറ്റിലേക്ക്, മിനിറ്റിൽ നിന്നും ഒരു ചാട്ടം മണിക്കൂറിലേക്ക്. അപ്പൊ എങ്ങനെ വരും? ഒരു ചാട്ടത്തിന്റെ വില 60 ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നതിന് സെക്കൻഡ് ആയിരുന്നു എങ്കിൽ 1/1 ആണ് 1/60 into 60. അതായത് ഡിനോമിനേറ്റർ ഛേദത്തിൽ 260 വന്നേനെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് എന്തിലേക്ക് മാറിക്കഴിഞ്ഞു? മണിക്കൂറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ നമ്മുടെ ഉത്തരത്തിൽ ആവശ്യമായ വസ്തുതകളെല്ലാം നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേഗത. നമുക്കറിയാം വേഗത, സ്പീഡ്, എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ല ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. ഡിസ്റ്റൻസ് എത്രയാണ്? 1.5.
ടൈം എത്രയാണ് 1/60. ഇട്ട് കൊടുത്ത് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗത്തിന് വേണ്ടി ഇങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ബൈ എന്ന് വെച്ചാൽ ഹരണമല്ലേ, ചെയ്യാനുള്ള എളുപ്പം എന്ന് വെച്ചാൽ ഇവിടെ ടൈം തന്നേക്കുന്നത് 60 എന്ന് വിളിക്കുന്ന ഒരു ഫ്രാക്ഷനില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പൊ എങ്ങനെ വരും? ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയായിരുന്നു എത്ര? 1.5 ഡിവൈഡഡ് ബൈ പിന്നെ എന്ത് വന്നിരുന്നു? ടൈം. ടൈം എത്ര മക്കളെ? 1/60. അപ്പൊ ഒരു ഫ്രാക്ഷൻ വന്നു. ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? പഠിച്ചിട്ടുണ്ട്. റെസിപ്രോക്കൽ, വ്യുൽക്രമം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ എങ്ങനെ വരും? 1.5 ഡിവിഷൻ മാറ്റുക ഇൻറ്റു 60/1. അപ്പൊ നോക്കുക, നമ്മൾ എന്ത് ചെയ്തു? 1/60 തിരിച്ചിട്ടു. വ്യുൽക്രമം, റെസിപ്രോക്കൽ എന്ന് നമ്മൾ പറഞ്ഞു. എന്തുവാ റെസിപ്രോക്കൽ? അംശവും ഛേദവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചും മറിച്ചും എഴുതുന്ന പരിപാടി അല്ലേ? 1/60 എന്നതിനെ തിരിച്ചങ്ങ് എഴുതുക. അപ്പൊ എന്ത് വരും? 60/1. നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു മക്കളെ. നോക്കേ, സ്പീഡ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 60/1. അപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എഴുതാം. സ്പീഡ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 60. ഇതല്ലേ നമുക്ക് ഉത്തരം കിട്ടിയത്? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യാനും എളുപ്പമാർഗങ്ങളുണ്ട്. ഡെസിമല് വന്നാൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന? ദശാംശ രൂപത്തിൽ വരുന്ന സംഖ്യകളെ എങ്ങനെ നമുക്ക് ഗുണിക്കാം? ദാ നോക്കിക്കോ, ദശാംശത്തിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കുക. 15 ഇൻറ്റു 60 അല്ലേ? ഈ 0 വേണമെങ്കിലും ഒഴിവാക്കാവേ. ലാസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. സാർ ചുമ്മാ അങ്ങ് ചെയ്തുവാ. ഓക്കെ, 0 ഇൻറ്റു 5 0 തന്നെ, 0 ഇൻറ്റു 1 0 തന്നെ. സോ 0 ഇട്ട് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും എല്ലാം കണക്കാ. ഓക്കെ, 6 ഇൻറ്റു 5 30, 3 റിമൈൻഡർ ശിഷ്ടമായിട്ട് എഴുതുന്നു. 6 ഇൻറ്റു 1 6, 6ന്റെ കൂടെ 3 കൂടെ കൂട്ടിയ 9. സോ ഉത്തരം 0 0 9. ഉത്തരം എത്ര കിട്ടി? 9 0 0 അല്ലേ? ഇനി ഡെസിമലിനെ നമ്മൾ ഇതുവരെ നോക്കിയില്ല അല്ലേ? ഈ മൾട്ടിപ്ലൈ ചെയ്തതിൽ എവിടെയും ഡെസിമൽ നോക്കിയില്ലല്ലോ. അപ്പൊ ചെയ്യേണ്ട കാര്യം, ഡെസിമലിന് ശേഷം എത്ര സംഖ്യയുണ്ട്? ദശാംശ സംഖ്യക്ക് ശേഷം എത്ര സംഖ്യ? ഒരു സംഖ്യ. ആ ഒരു സംഖ്യ പുറകോട്ട് മാറ്റി ഒരു കുത്തിടുക. അപ്പൊ ഉത്തരം 90. യൂണിറ്റും കൂടെ മെൻഷൻ ചെയ്യുന്നു, കിലോമീറ്റർ പെർ അവർ അല്ലേ? അപ്പം യൂണിറ്റിനെ കൺവേർഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാ പറഞ്ഞത്? കിലോമീറ്റർ, മീറ്റർ, മനസ്സിലായല്ലോ? മിനിറ്റ്, സെക്കൻഡ്, അവർ, ഇവയുടെ മാജിക് നമ്പർ 60 ഓർത്തിരിക്കാലോ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പം ഈ ചോദ്യത്തിൽ പുതുമയോടുകൂടി പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺവേർഷൻ. അതിനോടൊപ്പം അല്ലേ, അതിനോടൊപ്പം 2 സംഖ്യകൾ വന്നാൽ ദൂരം കണക്കാക്കുന്ന രീതി. 2 സംഖ്യകൾ നോക്കൂ, പ്ലാറ്റ്ഫോമിനും വന്നിട്ടുണ്ട്, ട്രെയിനിനും വന്നിട്ടുണ്ട്. അപ്പൊ 2 നീളങ്ങൾ വന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കണം, മറക്കരുത്. ഓക്കെ ആണല്ലോ? ഇനി ഒരു കൺവേർഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഇവിടെ 500 മീറ്റർ, 1000 മീറ്റർ, ഇത് രണ്ടും മീറ്ററിലാണല്ലോ. ഇവിടെ ഒരു മിനിറ്റ് എന്ന് വിളിക്കുന്നത് നമുക്ക് 60 സെക്കൻഡ് ആണെന്ന് അറിയാം. അപ്പൊ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ഈക്വൽ ടു 1500 മീറ്റർ. ദൂരം 1500 മീറ്റർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു? കൂട്ടി എഴുതാവുന്നതല്ലേ ഉള്ളൂ. ടൈം, സമയം നമുക്ക് തന്നിട്ടുണ്ട്. 1 മിനിറ്റ് ആണ്. ഈ 1 മിനിറ്റ് എന്ന് വെച്ചാൽ നേരത്തെ മാജിക് നമ്പർ നമുക്ക് മണിക്കൂറിലോട്ട് ആക്കാനാണ് /60 ഇടേണ്ടത്. ഇതിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നമുക്കറിയാം, ഇൻറ്റു 60 ചെയ്യുക. അപ്പൊ 1 ഇൻറ്റു 60 60 സെക്കൻഡ്. അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി, 1 മിനിറ്റ് എന്നത് 60 സെക്കൻഡാ. 1 മിനിറ്റ് എന്നത് 60 സെക്കൻഡ്. ഇനി സ്പീഡ് കാണണം, വേഗത കാണണം. ഇക്വേഷൻ നമുക്കറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അപ്പം ഡിസ്റ്റൻസ് 1500 ബൈ ടൈം എന്ന് വിളിക്കുന്നത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തു 60 അല്ലേ? ഇതിനെ ഒന്ന് പ്രോസസ് ചെയ്ത് എഴുതിയാലോ? വാ, നമുക്ക് ഉത്തരങ്ങളിലേക്ക് നീങ്ങാം. 1500 ബൈ 60. മക്കളെ,
പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ. ഈ കിട്ടിയ ഉത്തരം 1500 എന്ന് വിളിക്കുന്നത് മീറ്ററും 60 എന്ന് വിളിക്കുന്നത് സെക്കൻഡുമായതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡിലല്ലേ. അപ്പൊ ഈ മീറ്റർ പെർ സെക്കൻഡിൽ കിടക്കുന്നതിനെ ഒറ്റയടിക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം. നമ്മുടെ ചോദ്യം കിലോമീറ്ററിൽ കണക്കാക്കാനാണ്. ആണല്ലോ. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ മാജിക് നമ്പർ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 18/5. എത്ര നമ്പര്? 18/5. ഓർത്ത് വെക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂറിലോട്ട് മാറ്റാൻ യൂസ് ചെയ്യുന്ന മാജിക് നമ്പറാണ് 18/5. ഇതങ്ങോട്ട് ചെയ്യുന്നു. ആണ്ടേ 18/5 അല്ലേ. അപ്പം മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്ന സാധനം ഒറ്റയടിക്ക് എന്തിലേക്ക് മാറ്റി? കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റി. നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട? ഓരോന്നിനെയും മാറ്റണ്ട. കിലോമീറ്ററിനെ ആദ്യം മീറ്ററിലോട്ട് മാറ്റുന്നു, മണിക്കൂറിനെ അല്ലെങ്കിൽ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റുന്നു. ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. ഒറ്റയടിക്ക് 18/5. ഇനി ഇതിനെ നമുക്കൊന്ന് പ്രോസസ് ചെയ്യാം, ഉത്തരത്തിലേക്ക് നീങ്ങാം അല്ലേ. ദാണ്ടേ 60ഉം 18ഉം. 60ഉം 18ഉം ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? പട്ടികയിലുണ്ട്. ആറിന്റെ പട്ടികയിൽ 10 തവണ 60 ഉണ്ട്. 18 3 തവണയുണ്ട്. ഉണ്ടല്ലോ. ഇനി ബാക്കിയിലോട്ട് നീങ്ങാം. ദേ നോക്കൂ, 5ന്റെ പട്ടികയിൽ 15 ഉണ്ട്. എത്ര തവണ? 5ന്റെ പട്ടികയിൽ 1 5s are 5, 2 5s are 10 and 3 5s are 15. 3 തവണ. ഈ 2 പൂജ്യമായിട്ട് അവിടെ കിടക്കട്ടെ അല്ലേ. ഇനി ഈ ഒരു കുളമാക്കിയിരിക്കുന്ന സംഭവത്തിനെ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. മേളിൽ 300 ഉണ്ട്, ബൈ താഴെ ഒരു 10 ഉണ്ട് അല്ലേ. ഈ 300 ഉണ്ട്, 10 ഉണ്ട്. ദാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ 0 പോയി. ഇനി എന്തുകൊണ്ട്? 30 × 3 പറ. 3 × 3 9 ഒരു 0 എഴുതി. ഡയറക്റ്റ് ഉത്തരം കിലോമീറ്റർ പെർ അവർ അല്ലേ. കിലോമീറ്റർ പെർ മണിക്കൂറിലോട്ട് മാറി. നോക്കേ, ഒട്ടും സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണ്ട. തന്നേക്കുന്നതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, ആ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ആക്കുക. അപ്പൊ മൊത്തത്തിൽ ഒരു കൺവേർഷൻ, ഒറ്റ മാജിക് നമ്പർ 18/5 അല്ലേ. നമ്മൾ ഇന്ന് മൊത്തത്തില് ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ ചെയ്ത കൺവേർഷൻസ് മൊത്തം ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിൽ മൊത്തം ഉണ്ട്. ആ കൺവേർഷൻസ് എല്ലാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലോ. ആദ്യത്തെ കൺവേർഷൻ, മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ 1000, 1000 കൊണ്ട് ഹരിക്കണം അല്ലേ. ഇനി നമ്മൾ കൺവേർഷൻ പഠിച്ചത് എന്തിന്റെയാ? സെക്കൻഡ് അല്ലേ, മിനിറ്റ്, അവർ. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ അല്ലേ. ഇതിന്റെ കൺവേർഷൻ, ഇതിനെ മാറ്റുന്ന രീതി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു മാജിക് നമ്പറാ പറഞ്ഞത്. എന്തായിരുന്നു മാജിക് നമ്പർ? 60. ഓരോ ആരയിലും 60 വെച്ച് ഡിവൈഡ് ചെയ്യണം. തിരിഞ്ഞതാ, ഇതിന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഡിവിഷൻ, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇൻറ്റു. ഇതങ്ങ് ഓർത്തു വെക്കുക. നമ്മൾ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ കൺവേർഷൻ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ മാജിക് നമ്പർ എന്തായിരുന്നു? 18/5. ഓക്കെ, ഈ 3 കൺവേർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ചോദ്യത്തിൽ പഠിക്കുന്നതും ഇന്നിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യത്തിലും ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ചോദ്യം നമ്മൾ ഇവിടെ കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഒറ്റയടിക്ക് ഉത്തരം എഴുതാനുള്ള രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ.